ഹായ് ഗായ്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് മോനമ്പ ഹാർബറിലാണ് കേട്ടോ. ഇവിടെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ലേലം വിളി സ്റ്റാർട്ടാക്കും. നമ്മളിപ്പോൾ ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ തന്നെ ലേലം വിളിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ബോട്ടിൽ നിന്ന് മീനിറക്കിയതിന് ശേഷം ലേലം വിളിച്ചിട്ടാണ് കേട്ടോ വിൽപ്പന നടത്തുന്നത്. അതിന് ശേഷമാണ് മാർക്കറ്റിലേക്കൊക്കെ മീൻ എത്തിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് 3 സെക്ഷനായിട്ടാണ് കേട്ടോ ഹാർബർ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ കയറിയേക്കുന്നത് ഫസ്റ്റ് സെക്ഷനിലാണ് കേട്ടോ. ഈ ഐസിലൊക്കെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ നമുക്ക് തെന്നി വീഴേണ്ടി വരും. ഈ അട്ടിയിട്ട് വെച്ചേക്കണ മൊത്തം ചെമ്മീനാണ് കേട്ടോ. ബോട്ടുകാർ മീൻ ഇറക്കിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. ഈ കിടക്കണൊക്കെ പുല്ലൻ ചെമ്മീനാണ്. ഐസ് കളഞ്ഞ് ബോട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഇങ്ങനെ കുന്നുകൂട്ടിയിടും കേട്ടോ. ഈ ചെറിയ ബോക്സിലായിട്ടാണ് ബോട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടും വരുന്നത്. അതിന് ശേഷം ഓരോന്ന് അടുപ്പിച്ച് കുന്നുകൂട്ടിയിടും. ഓരോ ബോട്ടിനും തരകന്മാരുണ്ടാവും കേട്ടോ. തരകനാണ് ലേലം വിളി നടത്തുന്നത്. ഇല്ലെങ്കിൽ പലയിടത്തും വെളിത്തരകന്മാരും ഉണ്ടാവും. ഏകദേശം 3-4 കോടിയുടെ ഒരു റവന്യൂ ആണ് കേട്ടോ ഓരോ ദിവസവും മോനമ്പ ഹാർബറിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ പലതരം മീനുകളും കാണാം. അയില, വറ്റ, പലതരം മീനുകളുണ്ട് കേട്ടോ അവിടെ. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ഓൾറെഡി ലേലം വിളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ലേലം വിളിച്ചിട്ടാണ് കേട്ടോ മീൻ മൊത്തം വിൽപ്പന നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ചെമ്മീൻ മൊത്തമായിട്ടാണ് ലേലം വിളി നടന്നുകൊണ്ടിരിക്കുന്നത്. തരകനാണ് കേട്ടോ ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം കച്ചവടക്കാരത് വാങ്ങിക്കും. ഈ കിടക്കണതെല്ലാം തളയനാണ് കേട്ടോ. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് വേറെ സ്ഥലത്ത് ലേലം വിളി നടക്കണേണ്ടത്. ഇവിടെ എന്ന് പറയുന്നത് ഐസ് ചെയ്യണ സ്ഥലമാണ് കേട്ടോ. കച്ചവടക്കാർ ലേലത്തിലെടുത്ത മീനുകളെല്ലാം ഇവിടെയാണ് ഐസ് ചെയ്തിട്ട് അവരുടെ വണ്ടിയിൽ കയറ്റണത്. നമുക്കവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും യൂണിയൻകാർ ഐസ് അടിച്ചിട്ട് വണ്ടി കയറ്റണത്. ഇതൊക്കെ യൂണിയൻകാരാണ് കേട്ടോ. ചെമ്മീൻ ഇങ്ങനെ ചവിട്ടി കയറ്റണം, അതൊന്ന് ഫില്ലായി കിട്ടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അവർക്കത് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇത് ഓൾറെഡി ലേലം വിളി കഴിഞ്ഞ ചെമ്മീനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യണത്. ഇതിനി നേരെ ഐസ് ചെയ്യാൻ കൊണ്ടുപോകും. ഐസ് ചെയ്തിട്ട് നേരെ വണ്ടി കയറ്റും. ഇവിടെ മൊത്തം കൊട്ടകളിലായിട്ട് ചെമ്മീൻ തന്നെയാണ് ഈ ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ചാണ് ഈ ലേലം വിളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കൂട്ടി കൊണ്ടുവരും. അതാണ് ബേസിക്കായിട്ട് അവരിടുന്നത്. ഈ സൈഡിൽ നിൽക്കുന്നതൊക്കെ കച്ചവടക്കാരാണ്. ഇത് വാങ്ങാൻ വന്നേക്കണവരാണ്. ഇത് വാങ്ങിയിട്ട് അവർക്ക് ഇപ്പം തന്നെ പൈസ കൈ കൊടുക്കണമെന്നൊന്നുമില്ല. ആ ചീട്ടിൽ എഴുതിയാൽ മതി. അപ്പോൾ തരകനും അത് എഴുതി വെക്കും. പിന്നീട് അത് കൊടുത്താൽ മതി. പിന്നീട് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഈ കിടക്കണ ഞണ്ടുകളൊക്കെയാണ് കേട്ടോ. ഈ സെക്ഷനിൽ നമ്മൾ നോക്കിയിട്ട് മൊത്തം ചെമ്മീൻ തന്നെയാണ്. വേറെ കുറച്ച് മീനുകളൊക്കെ മാത്രമേ ഉള്ളൂ. നമ്മൾ വന്ന ടൈം അനുസരിച്ചാണ് ഈ മീനുകൾ വരുന്നത്. ഈ തിരിഞ്ഞിട്ടുകൊണ്ടിരിക്കുന്നത് കിളിമീനാണ് കേട്ടോ. ചില സ്ഥലത്ത് ഇതിനെ കുയ്യാപ്പിളക്കോരാന്നൊക്കെ വിളിക്കുന്നുണ്ട്. വലിയ കിളിമീനും ചെറിയ കിളിമീനും മാറ്റിയിടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വെയിറ്റ് 30 കിലോ ആക്കിയിട്ട് ബോക്സിൽ തട്ടും. 30 കിലോ വെച്ചിട്ടാണ് കേട്ടോ ഓരോ ബോക്സിലും ഐസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുമ്പോൾ ശീലാവുണ്ട്, ഊളാവുണ്ട്, അങ്ങനെ പല ഐറ്റംസൊക്കെ ഇവിടെ കിടക്കണുണ്ട് കേട്ടോ. കച്ചവടക്കാർ മീൻ ലേലത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മേളിലൊരു ചീട്ട് ഇടും. ഈ ചീട്ട് അവരുടെ കമ്പനിയുടെ പേരിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞ് ഇനി സെക്കൻഡ് സെക്ഷനിലേക്ക് പോകണേ കേട്ടോ. ഇവിടെ കുറേ ബോട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ബോട്ടുകളിൽ നിന്നൊക്കെ മീൻ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മീൻ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവർ കഴുകിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഐസ് കയറ്റാൻ പോയിട്ട് പിന്നെ തിരിച്ച് കടലിലേക്ക് തന്നെ പോകും. അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണി ഉണ്ടെങ്കിൽ യാർഡിലേക്ക് കയറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ വലയൊക്കെ നന്നാക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഇറക്കി അങ്ങനെയാണെങ്കിൽ മാത്രം ഇവിടെ കിടക്കും. വലക്കൊക്കെ സ്ഥിരം കംപ്ലൈൻറ്റ് വരാറുണ്ട് കേട്ടോ മീനുകളെയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ. ഇതിനും അങ്ങനെ ബോട്ട് ഓരോ പ്രാവശ്യം കയറുമ്പോൾ ഓരോ കംപ്ലൈൻറ്റുകൾ ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് തിരിച്ച് കടലിലേക്ക് കൊണ്ടുപോവുക. ഇത് നമ്മൾ വന്നേക്കണ സെക്കൻഡ് സെക്ഷനിലേക്കാണ് കേട്ടോ. ഇവിടെ കൂടുതലും പല വക മീനുകളൊക്കെയാണ് ഉള്ളത്. കൂടുതലും വളത്തിനായിട്ടാണ് കേട്ടോ ഈ മീനുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ ചെറിയ കിളിയാണ്. ഇങ്ങനെ ചെറിയ മീനുകളെയൊക്കെ കടലിൽ നിന്ന് പിടിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിക്ക് നിലനിൽപ്പുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് അത് അത്യാവശ്യമാണ്. പക്ഷെ അത് പോലീസ് പിടിച്ചാലും നല്ല ഫൈൻ ഈടാക്കുന്നതാണ് ഇവരുടെ അടുത്തുനിന്ന്. അങ്ങനത്തെ കുറേ കാരണങ്ങളുണ്ട് മത്സ്യബന്ധന മേഖല കുറേ പ്രതിസന്ധികൾ നേരിടണുണ്ട് കേട്ടോ. ഈ കിടക്കുന്ന എല്ലാം മീനിൻ്റെ കുന്നുകളാണ്. ഓരോ പല ടൈപ്പ് മീനുകളുണ്ട് കേട്ടോ ഇവിടെ. ഈ മീനുകളെല്ലാം മെയിനായിട്ട് വളത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. വളം എന്ന് പറയുമ്പോഴത്തേനും അത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും. മെയിനായിട്ട് മൃഗങ്ങൾക്ക് തീറ്റയിട്ടും അങ്ങനത്തെ കുറേ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കാറ്. പക്ഷേ ഈ സെക്ഷനിൽ നല്ല നല്ല മീനുകളുണ്ട്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന മീനുകളുണ്ട്. ഈ കൊണ്ടുപോകുന്നത് പൊത്തലാണ് കേട്ടോ. പൊത്തൽ എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. തവളപ്പൊത്തൽ എന്നും പറയാറുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണേണ് ഇവർ. ചെറിയ വഞ്ചിയിൽ കയറ്റിയിട്ട് ഇവിടെ അധികം വില കിട്ടാത്ത സാധനങ്ങൾ അങ്ങനെ മിനി ഹാർബറിലും കൊണ്ടുപോയി സെയിൽ ചെയ്യാറുണ്ട്. അതൊക്കെ പതിവാണ്. ഇന്ന് ഇവിടെ കൂടുതലും കിളികൾ തന്നെയാണ് കേട്ടോ വന്നേക്കണം. കിളിമീൻ അല്ലെങ്കിൽ പുയ്യാപ്പിളക്കോരാന്നും പല സ്ഥലത്തും പറയുന്നുണ്ട്. പല സ്ഥലത്തും പല പേരായിട്ട് ഇതിന് പറയലുണ്ട്. വറുക്കാനായിട്ട് പറ്റിയ മീൻ തന്നെയാണ് കേട്ടോ കിളിമീൻ.
ഇതിപ്പോൾ ഇവിടെ വേറെ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹാർബറിൻ്റെ ഉള്ളിൽ ഈ ചെറിയ ചെറിയ ബോക്സുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കൊട്ടകൾ. അതെല്ലാം സ്ഥലം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. ബോട്ടിലുള്ള പല ബോക്സുകളിൽ നിന്ന് ഇതിലേക്ക് തട്ടിയിട്ട് ഐസും കളഞ്ഞിട്ട് പുറത്തേക്ക് എടുത്തിട്ടാണ് ഇവർ ഈ ബോക്സിലേക്ക് ആക്കുന്നത്. ഇതിൽ നിന്ന് ലേലം വിളി കഴിഞ്ഞാൽ നേരെ ഐസ് ചെയ്തിട്ട് വണ്ടിയിൽ കയറ്റും. ഇവിടെ നോക്കുമ്പോൾ വേറെ ബോട്ടുകളൊക്കെ വരുന്നുണ്ട്, പല ബോട്ടുകൾ പോകുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർ ഈ മീൻ കൂട്ടില്ല മീനുകൾക്ക് തീറ്റയാക്കാനും കൊണ്ടുപോകാറുണ്ട്. അതിന് പറ്റിയത് ചെറിയ ചെറിയ മീനുകളാണ്. അതിന് വലിയ വിലയും ഇല്ല കേട്ടോ, കിലോ കണക്കിന്. നമ്മളങ്ങനെ മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോകണേ കേട്ടോ. ഇവിടെ കുറേ കേരയൊക്കെ കിടപ്പുണ്ട്. ഇത് ഉണ്ണിമേരിയാണ് കേട്ടോ. ഇവിടങ്ങളിൽ ഉണ്ണിമേരി എന്ന് അറിയപ്പെടാറുള്ളത്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം കറി വെക്കാനൊക്കെ ആയിട്ട്. തൊലിക്ക് ഭയങ്കര കട്ടിയുള്ള മീനാണ് കേട്ടോ അത്. ഇത് മൊത്തം കിളിമീൻ തന്നെയാണ്, കിളിമീൻ്റെ ചെറുതാണ് കേട്ടോ. ഈ കണത് പൊത്തലാണ് കേട്ടോ. ഇതിൻ്റെ ശരീരത്തിലൊരു വിഷമുള്ള മീനാണ്, അതുകൊണ്ട് പൊതുവെ ആരും കഴിക്കാറുമില്ല. ഇതൊക്കെ കുറച്ച് അഴുകി തുടങ്ങിയ മീനാണ്. ഇതിൽ പലതരം മീനുകളുണ്ട്. അതൊന്നും തിന്നാൻ ഉപയോഗിക്കുന്ന മീനുകളല്ല കേട്ടോ. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രൊഡക്ട്സ് ആക്കാൻ കൊണ്ടുപോകും. ഇവിടെ നോക്കുമ്പോൾ മീൻ ഹാർബറിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അട്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഐസൊക്കെ കളയണം. ഐസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വില കുറയും. ചിലപ്പോൾ അവർ ചവിട്ടിയ അല്ലെങ്കിൽ കാലുകൊണ്ട് നീക്കിയൊക്കെ നോക്കുമ്പോൾ ഐസ് കാണണമെങ്കിൽ വില കുറയും. അതുകൊണ്ട് ഐസൊക്കെ ശരിക്കും വെള്ളം ഒഴിച്ച് ഉരുക്കി കളഞ്ഞിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുവരാറ്. എന്തെങ്കിലും ഐസ് കാണണമെങ്കിൽ അത് എടുത്ത് കളയുകയും ചെയ്യണം. ഇങ്ങനെ കൂട്ടിയിട്ട് വെക്കലാണ് ഇവിടുത്തെ ഒരു പതിവ്. അതിനുശേഷം തരകം വന്ന് ലേലം വിളിക്കും, കച്ചവടക്കാരതെടുക്കും. പിന്നെ നേരെ ബോക്സിൽ കൊണ്ടുപോയിട്ട് ഐസ് ചെയ്ത് വണ്ടിയിൽ കയറ്റും. വണ്ടിയിൽ നിന്ന് നേരെ മാർക്കറ്റിലേക്ക് പോവുകയും ചെയ്യും. ഇവിടെ ചില സ്ഥലത്ത് മീൻ കയറ്റുകയും ചെയ്യുന്നുണ്ട്, ചില സ്ഥലത്ത് മീൻ ഇറക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് വേറെ ഹാർബറിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും ഈ മീൻ. അങ്ങനെ ഒരു പതിവും കൂടി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പൊത്തലാണ്. തിന്നാൻ ഉപയോഗിക്കുന്ന ഒരു മീനല്ല അത്. പക്ഷെ ചൈനക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇത് ആരും കഴിക്കാറില്ല കേട്ടോ. ചിലപ്പോൾ കഴിക്കുന്നവരും ഉണ്ടാവും, പക്ഷെ കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കണം. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ വിഷം ഉള്ളിൽ ചെന്നാൽ ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബോട്ടുകളൊക്കെ കണ്ട് നേരെ നടന്ന് മൂന്നാമത്തെ സെക്ഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ചില്ലറ വ്യാപാരങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ അവിടെയും വലിയ മീനുകളൊക്കെ കൊണ്ടുവരാറുണ്ട്. സ്രാവ്, ഓലക്കൊടി, തെരണ്ടി, അങ്ങനെ പല വക മീനുകളും അവിടെ കൊണ്ടുവരാറുണ്ട്. നമുക്ക് എന്തായാലും ഇനി അവിടെ പോയി നോക്കാം. ബോട്ടുകളൊക്കെ മീൻ ഇറക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. കുറേ വള്ളക്കാർ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. വെള്ളക്കാർ ഡെയിലി പോയി വന്നവരായതുകൊണ്ട് അവരുടെ മീനൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കും. ബോട്ടുകാരുടെ മീനും ഫ്രഷ് തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും അത് ഐസ് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവരണം. ഇത് മൊത്തം അയിലാണ് കേട്ടോ അവർക്ക് കിട്ടിയേക്കുന്നത്. അവർ കൊട്ടയിലാക്കിയിട്ടാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മീൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഫ്രഷാണ്, നല്ല തിളക്കം ഉണ്ടാവും. ബോട്ടുകാരിപ്പോൾ പറയാൻ പറ്റില്ല, 1-2 ആഴ്ചയൊക്കെ കടലിൽ കടന്നിട്ടായിരിക്കുള്ളൂ തിരിച്ചു വരുന്നത്. ഈ മീൻ വളോടിയാണ്. ഇവിടെ കുറേ അറിക്കുക കുടുതയൊക്കെ കിടക്കുന്നുണ്ട്. ഇത് തെരണ്ടിയാണ് കേട്ടോ. തെരണ്ടി തന്നെ പലതരത്തിലുണ്ട്. ഇതിന് ഇരുമുഖം തെരണ്ടി എന്നാണ് കേട്ടോ അറിയപ്പെടാറുള്ളത്. അതുകൂടാതെ പുള്ളിത്തെരണ്ടി, അങ്ങനെ പല തെരണ്ടികളുണ്ട്. വലിയ മീനുകളൊക്കെ ഐസ് ചെയ്യണത് ഇങ്ങനെയാണ്. ഒന്നൊന്നായിട്ട് അടുക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഐസ് ഇടും. ചെറിയ മീൻ ഐസ് ചെയ്യാൻ സുഖമാണ്, ഷവലും കൊണ്ട് ഐസ് കോരി എടുത്തിട്ടാൽ മതി. പക്ഷേ വലിയ മീനുകൾ ഐസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അവർ കെയർഫുള്ളായിട്ട് ഐസ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ സ്റ്റിക്കറും എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ് തെരണ്ടിയാണ്. അവിടെ നിന്ന് നമ്മ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വേറെ ലേലം വിളി നടക്കണുണ്ട്. ഈ മുതുകിൽ ചിറകുള്ളത് ഓലക്കൊടിയാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന കട്ടയാണ്. അതിൻ്റെ അപ്പുറത്ത് സ്രാവും തെരണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. ഓലക്കൊടിക്ക് മുതുകിൽ ചിറകുണ്ടാവും. ഈ കാണുന്നത് കട്ടയാണ്. അപ്പുറത്ത് കിടക്കുന്നത് വലിയൊരു സ്രാവാണ്. ഇവിടെ നോക്കുമ്പോഴും പല വിധത്തിലുള്ള തെരണ്ടികൾ കാണാം കേട്ടോ. ഇത് മീനിങ്ങനെ തൂക്കിയിട്ട് പോകണേട്ടോ, ബോട്ടിൽ നിന്ന് ഇറക്കിയിട്ടും കൊണ്ടുപോകണേണ് അവർ. ചില മീനുകളെയൊക്കെ നമുക്ക് ബോക്സിലിടാൻ പറ്റില്ല, അപ്പോൾ കൈ കൊണ്ട് തൂക്കേണ്ടി വരും. ഇതെല്ലാം ഞണ്ടുകളാണ്. ഇപ്പുറത്ത് വറ്റയൊക്കെ കിടപ്പുണ്ട്. മീൻ ഇവിടെ ഐസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻ ഐസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ കൊണ്ടുപോകും മാർക്കറ്റിലേക്ക്. ആ കാഴ്ച കേട്ടോ കണ്ടുകൊണ്ടിരിക്കണം. ഇവർ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകണം, എന്നാലേ കറക്റ്റ് ടൈമിൽ അവർക്ക് മാർക്കറ്റിൽ എത്താൻ പറ്റുള്ളൂ. മാർക്കറ്റിൽ ലേറ്റായിട്ട് എത്തിയാലും മീൻ വില കിട്ടൂല. അതുകൊണ്ട് നേരത്തെ തന്നെ അവർ പോകണം. അതുകൊണ്ട് പെട്ടെന്നായിരിക്കണം ഐസ് ചെയ്യേണ്ടതൊക്കെ. ഈ വണ്ടികളിലൊക്കെ മീൻ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻ ലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ഇവർ പോവും. ഇതിൻ്റെ അടുത്ത് തന്നെ ഐസ് ഫാക്ടറീസ് ഉണ്ട് കേട്ടോ. ഐസ് അവിടെ നിന്നാണ് എത്തിക്കുന്നത്. ഇവിടെ വണ്ടികളിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് നേരെ ഐസ് ചെയ്യും. ഐസ് അങ്ങനെ തന്നെയാണ് കൊണ്ടുവരണമെങ്കിൽ അത് പൊടിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണിത്. ഇതിൽ നിന്ന് പൊടിച്ചെടുത്താലേ നമുക്ക് ഐസ് ചെയ്യാൻ പറ്റും. ഈ കിടക്കണൊക്കെ പൊട്ട ഞണ്ടുകളാണ്.
ഇവിടെ വേറെ വലിയ മീനുകളൊക്കെ ഉണ്ട്, അറിക്ക, അങ്ങനെ പല മീനുകളും ഉണ്ട്. ഇവരിപ്പോൾ ഇവിടെ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് മീൻ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഹാർബർ സ്ഥിതി ചെയ്യണത് എറണാകുളം ജില്ലയിൽ വൈപ്പിൻ ദ്വീപിലാണ്. വൈപ്പിൻ ദ്വീപിൻ്റെ ഒരറ്റത്താണ് മുനമ്പം ബീച്ച് വരുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് മുനമ്പം ഹാർബറും. ഇതൊക്കെ നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. നിങ്ങൾ ആരെങ്കിലും മുനമ്പം ഹാർബർ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ.